ഇതൊക്കെ എത്ര കൊട്ടിഘോഷിച്ച് പറയണോ അല്ലേ? ഇവിടെ അനവധി ആളുകളില്ലെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് ചിലവരിക്കുന്നുണ്ട്. ചിലവരിക്കണോ ഇരിക്കണ്ടേന്നറിയാതെ കണ്ട് അങ്കിടും ഇങ്ങിടും പരിങ്ങി പരിങ്ങി നടക്കുന്നുണ്ട്. ചിലവരിക്കേണ്ട ദിക്കുകളിലല്ലാതെ മറ്റു പല ദിക്കുകളിലും കയറി കൂടിയിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ വരവായി അദ്ദേഹം ഇരിക്കണോ ഇരിക്കണ്ടേന്നറിയാതെ കണ്ട് അങ്കിടും ഇങ്ങിടും പരിങ്ങി നടക്കുക. ഒരു ദിക്കിൽ അവിടെ വന്നിരുന്നപ്പോ അത് പറയാതെ കണ്ട് വയ്യ. കാര്യം എന്താ? കേമന്മാരായിരിക്കുന്ന ആളുകളെ കുറിച്ച് ആരും പറയാൻ പുറപ്പെടുള്ളൂ. യോഗ്യത ഉണ്ടോ, കേമത്തുണ്ടോ, അതിനനുസരിച്ച് പുകഴ്ത്തി 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 പറയും. ഇനി അത് എത്ര വലിയ ഏട്ടത്തരം കാട്ടിയാലും വേണ്ടില്ല. മഹായോഗ്യന്മാരാണ് ചെയ്യണത് വെച്ചാലോ നന്നായി, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പല കാര്യങ്ങളും കേൾക്കാറില്ലേ? എത്രയോ യോഗ്യന്മാര് അവിടെ നിന്ന് ചെയ്യണു. പന്തിയല്ലാതെ കണ്ടുള്ള അനവധി കാര്യങ്ങൾ ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ യോഗ്യന്മാരായത് കൊണ്ടാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ പറഞ്ഞു നടക്കണത്. ഈ യാതൊരു യോഗ്യത ഇല്ലാത്ത നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത ആരെങ്കിലും അറിയുമോ? ഒരാളും അറിയില്ല, അതിട്ട് പറയാനും പോണില്ല. അപ്പോ സുഗ്രീവന് ഈ പറയാൻ മാത്രമുള്ള യോഗ്യതയൊക്കെ ഉണ്ടോ, അത്രത്തോളമൊക്കെ കേമത്തുണ്ടോ എന്നാണെങ്കിൽ സുഗ്രീവനെ പോലെ ഇത്രയും യോഗ്യനായിട്ട് വാനര സൈന്യങ്ങളുടെ ഇടയിൽ വേറൊരാളുണ്ടോ എന്ന് സംശയമാണ്. എന്താ സുഗ്രീവന്റെ കേമത്തം? കവീനാം ചക്രവർത്തി, കവികളുടെ ചക്രവർത്തിയാണ് സുഗ്രീവൻ. വാനര ചക്രവർത്തി, വാനര രാജാവ്. ആ സുഗ്രീവൻ ഇരുന്നാലല്ല എന്തു ചെയ്താലും അതിനെ പുകഴ്ത്താനായിട്ട് ആളുകൾ ഉണ്ടാവും. കാര്യം മഹാരാജാവല്ലേ, വാനര രാജാവല്ലേ. അപ്പോ സുഗ്രീവൻ ഇപ്പൊ എവിടെ എത്തിയിട്ടുള്ളത്? ലങ്കയിലെത്തി ഒരു ദിക്കില് ചെന്നിരുന്നപ്പോ അതങ്ങോട്ട് പറഞ്ഞു സുഗ്രീവൻ ഇരുന്നു. അതല്ലേ ആണെങ്കിൽ അതല്ല കാര്യം. സുഗ്രീവൻ ഇരിക്കേണ്ടി വരും. കാര്യം യാത്രാ